ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നത്തോലി തോരൻ. നത്തോലി ഒരു ചെറിയ മീനല്ല, അതിനെ കൊണ്ടുള്ള പുതിയൊരു വിഭവമാണ്. അതിനായി ആദ്യമായിട്ട് ഞാനൊരു 1/2 കിലോ മീനാണ് വാങ്ങിയിരിക്കുന്നത്. വൃത്തിയായി കഴുകി അതിൽ ഉപ്പും മുളകും മഞ്ഞളും പുരട്ടി ഒരു അരമണിക്കൂർ വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണയൊഴിച്ച് കുറേശ്ശെയായി ഈ മുളക് പുരട്ടി വെച്ചിരിക്കുന്ന ഈ മീൻ ഇട്ട് വറുത്തെടുക്കണം. അപ്പോൾ അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് നല്ല രീതിയിൽ മുരിഞ്ഞ് എടുക്കണം. ചെറിയ മീനായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്കത് വറുത്തെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി മുരിച്ച് എടുക്കുക. വളരെ ടേസ്റ്റിയായ നല്ല രുചിയുള്ള ഒരു തോരനാണ്. നമ്മൾ സാധാരണ പച്ചക്കറി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന തോരനെ പോലെ തന്നെ വളരെ ടേസ്റ്റിയായ ഒരു തോരനാണ്. അപ്പോൾ ഒരു വറുത്തിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള മീനും കൂടി ഈ പാനിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. തിരിച്ചും മറിച്ചിട്ട് നല്ല രീതിയിൽ മുരിഞ്ഞ് എടുക്കണം. അത് അങ്ങനെ വറുത്ത് നമ്മളിതെല്ലാം കോരി ഒരു പാത്രത്തിലാക്കി വയ്ക്കുക. വറുത്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാം, എന്നാലും കുഴപ്പമില്ല. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതിട്ട് വഴറ്റുക. നല്ല മൂത്ത മണം വരുന്നത് വരെ നമ്മളതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി മൂത്ത് വരുമ്പോൾ ആ വെളിച്ചെണ്ണയിൽ ആ ഉള്ളി മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും. മൂത്ത് വരുന്ന സമയത്ത് ഒരു 5-6 വെളുത്തുള്ളിയും കൂടി അരിഞ്ഞത് ചേർത്തിടുക. അതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും ഒരു 3-4 പച്ചമുളക് കീറിയതും കൂടിയിട്ട് നന്നായി വഴറ്റുക. പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ആ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി നമ്മൾ അതിനെ വഴറ്റുകൊണ്ടിരിക്കണം. വെളിച്ചെണ്ണയിൽ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും, അതുപോലെ തന്നെ നല്ല സ്വാദായിരിക്കും. നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്തിട്ട് ഇളക്കുക. തേങ്ങയുടെയും ആ പച്ചമണം മാറുന്നത് വരെ ഇളക്കണം. നന്നായി മൂത്ത് വരുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു ബ്രൗൺ കളറ് ആവുന്നത് വരെ നമുക്ക് വറുക്കാം. നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ആ മീൻ എടുത്ത് അതിലിട്ട് കുടഞ്ഞെടുക്കണം. വറുത്ത് വെച്ചിരിക്കുന്ന ആ നത്തോലി നമ്മളതിലിട്ട് നന്നായി ഈ തേങ്ങയും പച്ചമുളകും ഉള്ളിയും എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ മറിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 2-3 മിനിറ്റ് നേരം നമ്മളത് ഇളക്കി ചെറു ചൂടിൽ തന്നെ പൊതിഞ്ഞു വയ്ക്കണം. അപ്പോൾ നമ്മുടെ നത്തോലി തോരൻ റെഡിയായി. വളരെ ടേസ്റ്റിയായും വളരെ രുചികരമായ ഒരു തോരനാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെയും അല്ലാതെയും വെറുതെ കഴിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു വിഭവമാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.